അളിയോ, അളിയല്ലാതെ എനിക്കിവിടെ ഒറ്റക്ക് നിൽക്കാൻ പറ്റൂല. എനിക്കും അളിയൻ്റെ കൂടെ നാട്ടിൽ പോരണം. അളിയൻ ജോലി കയറിയിട്ട് ഒരാഴ്ചയിലേ ആയിട്ടുള്ളൂ. 15 വർഷമായി ഞാൻ ഇവിടെ. ത്യാഗം ചെയ്യാതെ ഒന്നും നേടാൻ കഴിയൂല അളിയ. അളിയനിപ്പം ത്യാഗമൊക്കെ പറയാം. ബായി 7 ലക്ഷം റുപ്യല്ലേ തന്നത്. എന്നോടാണ് ഈ ബായി മനുഷ്യപ്പറ്റില്ലാതെയാണ് പെരുമാറുന്നത്. അയാളോടൊപ്പം എനിക്ക് പിടിച്ചിക്കാൻ പറ്റൂല. അളിയ, എന്താ നിങ്ങൾ ഉദ്ദേശം? ബായി 7 ലക്ഷം റുപ്യ തന്നല്ലേ, ഞമ്മക്ക് രണ്ടാക്കും ബിസിനസ് തുടങ്ങാം, അത് മാത്രം പോരെ. അതുകൊണ്ട് ഞാനും അളിയൻ്റെ ഒപ്പം പോരുകയാണ്. അല്ലെങ്കിൽ ബായി എനിക്കിതുപോലെ പൈസ തരുമോ? എന്നാൽ പിന്നെ ഞാനും ഇവിടെ നിൽക്കാം. എനിക്കറിയൂല അളിയ. ആരോടെങ്കിലും എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. മനസ്സ് നന്നായാൽ പടച്ചോൻ്റെ അനുഗ്രഹം ഉണ്ടാവും. അതിനുള്ള ഏറ്റവും വലിയ തെളിവ് എനിക്ക് എൻ്റെ ജീവിതം തന്നെ എമ്പാടും മതി. ഒരു കാലത്ത് പടച്ചോൻ്റെ അനുഗ്രഹം നിങ്ങൾക്കും ഉണ്ടാവും. അതിനൊക്കെ കാത്തുക്കാനൊന്നും ഇന്നെ കൊണ്ടാവില്ല. അല്ലെങ്കിൽ പടച്ചോൻ്റെ അനുഗ്രഹം എന്നാ ഉണ്ടാകുക എന്ന് പറയും. ഒരു കൊല്ലത്തിനുള്ളിൽ ഉണ്ടാവുമോ? അങ്ങനെയാണെങ്കിൽ ഒരു കൊല്ലം ഞാൻ ഇവിടെ നിൽക്കാം. അല്ലെങ്കിൽ ഞാൻ അളിയൻ്റെ ഒപ്പം പോരുകയാണ്. ആ, അളിയാൻ ഒരു കാര്യം ചെയ്യും. പാസ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നാളെ എൻ്റെ ഒപ്പാണ് പോര്. ടിക്കറ്റ് ഞാൻ എങ്ങനെയെങ്കിലും ശരിയാക്കി തരാം. ഉബൈദോ, കേറിയിരിക്കേ. ഇല്ല, ഇരിക്കാനൊന്നും സമയമല്ല. ഇതാ ഇത് വെച്ചോടെ. എന്താ ഇത്? തുറന്നു നോക്കി. എന്താ ഉബൈദ ഇതൊക്കെ? കണ്ടിട്ട് മനസ്സിലായില്ലേ? ആഭരണങ്ങൾ. ഇതില്ലാത്തത് കൊണ്ടല്ലേ ഒരു പാവം പെൺകുട്ടി ഇത്രയും കാലം പീഡിപ്പിക്കപ്പെട്ടത്. നിങ്ങൾ പറയാൻ അനുവദിച്ചില്ലെങ്കിലും കേൾക്കാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സത്യം ഒരു നാൾ പുറത്തു വരാതിരിക്കില്ല. സ്ത്രീയുടെ ശത്രു സ്ത്രീ തന്നെയാണെന്ന് നിങ്ങൾ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. ഈ ആഭരണങ്ങളെല്ലാം ഫാസിൽ അയച്ചതാണ്. ഉമ്മക്കും പെങ്ങക്കും അണിഞ്ഞൊരുങ്ങി നടക്കാൻ. പകരം മുംതാസിനെ അവന് കൊടുത്തേക്ക്. അവരെവിടെങ്കിലും പോയി ജീവിച്ചോട്ടെ. ഇതൊക്കെ എനിക്കുമ്മ. എന്താ ബാപ്പുട്ടിയെ? ബായി, എൻ്റെ അളിയൻ മാത്രമാണ് ഇവിടെ വരാത്തത്. അളിയാനൊന്ന് പറഞ്ഞേക്കണം. മുഖസ്തുതി പറയാന്ന് കരുതരുത്. നിന്റെ അളിയനെ പോലത്തെ ഒരു കുഴിമടിയനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവൻ ഒരു പണിയെടുക്കാനും അറിയില്ല. അവനിപ്പോ ഇങ്ങോട്ട് വന്നാൽ നിന്റെ കൂടെ നാട്ടിൽ വരണമെന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിർത്തിയേക്കുന്നത്. അവനെ ശരിയായിട്ടൊരു മനുഷ്യനാക്കിയിട്ട് ഞാൻ നാട്ടിലേക്ക് കയറ്റി വിടും. അല്ലെങ്കിലേ അവൻ അവിടെ വന്നാൽ നിനക്കൊരു സ്വൈര്യം ഉണ്ടാവില്ല. എന്നാലും ബായി, അളിയൻ ഒരെന്നാലുമില്ല. നീ നടക്കാൻ നോക്ക്, നേരം വൈകണ്. എല്ലാരും ഒന്ന് വേഗം ഉഷാറായി. ഇയാളെ വേഗം കയറ്റി വിടി. വെറുതെ സമയം കളയല്ലേ. പാസ്പോർട്ടും ടിക്കറ്റും ആരെടുത്താണ്? അത് വിടണ്ട ബായ്.